ഓക്കെ എവരിവൺ, നമുക്ക് തുടങ്ങാം. ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഇന്ന് കുറച്ച് എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ആണുള്ളത്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് വൺ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഡെഫിനറ്റ്ലി വി ഹാഡ് അബൌട്ട് ദ ടേം നോൺ റെസിഡന്റ് ഇന്ത്യൻ, NRI. ഈ നമ്മുടെ രാജ്യത്തിന്റെ അകത്തേക്ക് ഫിനാൻഷ്യൽ ഫ്ലോ വരുവാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് ഇൻഫ്ലോ. ഇവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഔട്ട്ഫ്ലോ എന്ന് പറയും. അതിപ്പോ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഇപ്പോ നമ്മുടെ ക്ലാസ്സിലുള്ള ഒരാള് കാനഡ എന്ന രാജ്യത്ത് ഒരു പഠിക്കാൻ പോവുകയാണെങ്കിൽ കാനഡയിലെ യൂണിവേഴ്സിറ്റിയിൽ ഫീസ് അടയ്ക്കണം. അത് കനേഡിയൻ ഡോളേഴ്സിൽ അടയ്ക്കേണ്ടി വരും. അപ്പൊ കനേഡിയൻ ഡോളേഴ്സിലേക്ക് ഇന്ത്യൻ പൈസ കൺവേർട്ട് ചെയ്ത് അവിടെ അടയ്ക്കണം. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇന്ത്യൻ പൈസ അങ്ങോട്ട് ഫ്ലോ ചെയ്ത് പോവാണ്, ഔട്ട് ഫ്ലോ എന്ന് പറയും. നേരെ മറിച്ച് കാനഡയിലുള്ള ഒരു പെൺകുട്ടി കേരളത്തിലെ കലാമണ്ഡലത്തിൽ കഥകളി പഠിക്കാൻ വരുവാണെങ്കിൽ ക്യാഷ് ഇൻഫ്ലോ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഈ കലാമണ്ഡലത്തിന്റെ ഫീസ് അടയ്ക്കണം. അപ്പൊ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട് നമ്മൾ എക്കണോമിക്സ് പരമായിട്ട് ചിന്തിക്കുമ്പോൾ. അപ്പൊ ഇത് ഇങ്ങനെയുള്ള ഫ്ലോസ് എല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നൊരു സ്ഥാപനമുണ്ട്. അപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് 2-3 കാര്യങ്ങൾ ഓർക്കും. കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്ത്യ കൺട്രിയുടെ ഉള്ളില് ഫിനാൻഷ്യൽ ഫ്ലോസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പൊ ആ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ചെയ്യുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഒരു മിനിറ്റ്, എന്റെ പേന കുത്തിക്കോട്ടെ. അപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കുറച്ച് പോളിസീസ് ഉണ്ടാവും. ഫസ്റ്റ് പോളിസി ഈസ് ഡീലിംഗ് വിത്ത് ദ ഫ്ലോ ഓഫ് മണി ഇൻ ദ മാർക്കറ്റ്. സോ മോണിറ്ററി പോളിസി എന്ന് പറയാം. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് not by the Reserve Bank of India, by the government of India. We call it as the fiscal policy. അപ്പൊ ഈ 2 പോളിസീസുമാണ് ഇന്ത്യയിലെ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ എക്കണോമിക് കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യണം. വിച്ച് ആർ ദ പോളിസീസ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് കൺട്രോളിംഗ് ദ മോണിറ്ററി പോളിസീസ് ആൻഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈസ് കൺട്രോളിംഗ് ദ ഫിസിക്കൽ പോളിസി. ഈ മോണിറ്ററി പോളിസി പ്ലസ് ഫിസിക്കൽ പോളിസി ഈസ് ഈക്വൽ ടു ദ ഇന്ത്യൻ എക്കണോമിക്സ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഗവൺമെന്റ് ആണ് ഫിസിക്കൽ പോളിസി കൺട്രോൾ ചെയ്യുന്നത്. എങ്ങനെയാ കൺട്രോൾ ചെയ്യുന്നത്? ഗവൺമെന്റ് എവറി ഇയർ ദേ വിൽ പ്രിപ്പയർ ബജറ്റ്. നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു, പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് പ്രസിഡന്റിനോട് ചോദിച്ച് ഒരു അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കുന്നൊക്കെ. ഓക്കെ, യാ ആരാടാ ചോദിക്ക ഇന്നലത്തെ ക്ലാസ്സില്? കഴിഞ്ഞ ക്ലാസ് ടീന ഉണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സില് ടീന ഈ പ്രസിഡന്റിന്റെ കൺട്രോളിലുള്ള ഒരു ഫണ്ട് ഉണ്ട്. ഫണ്ട് പേര് പറയാമോ? അറിയില്ല സർ. ഓക്കെ, ആർക്ക് പറയാം എന്റെ ക്ലാസ്സിൽ? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. യെസ്, ഫണ്ട്സ. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ, അതായത് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ എല്ലാ പൈസയും വന്നു ചേരുന്ന അല്ലെങ്കിൽ വന്നു വീഴുന്ന ഒരു ഫണ്ടാണ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. അപ്പൊ ആ ഫണ്ടിനകത്തേക്കാണ് എന്ത് വരുന്നത്? എല്ലാ പൈസയും. എങ്ങനെയുള്ള പൈസ? ടാക്സ് ഒക്കെ. അപ്പൊ ഇതെല്ലാം വരുന്നതിനെ കുറിച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു പോളിസി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനെയാണ് ഫിസിക്കൽ പോളിസി എന്ന് പറയാം. എന്നാൽ ഇന്ത്യയിൽ കറൻസികൾ പ്രിന്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കോയിൻസ് പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആണെങ്കിൽ ഗൂഗിൾ പേ പോലുള്ള അല്ലെങ്കിൽ ഫോൺ പേ, UPI പോലുള്ള ഓൺലൈൻ പൈസ ട്രാൻസാക്ഷൻസ് ഉണ്ട്. ഇതെല്ലാം ആരാ കൺട്രോൾ ചെയ്യുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പൊ അതിനുള്ള പോളിസിനെ പറഞ്ഞ പേരാണ് മോണിറ്ററി പോളിസി. അപ്പൊ ഇങ്ങനെ 2 പോളിസികൾ ഇന്ത്യയിൽ ഉള്ളൂ എന്നുള്ളത് ഓർത്തു. ഇവിടെ എന്താ സംഭവം? ഇവിടെ എപ്പോഴും നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു സെക്യൂരിറ്റിയുടെ ഭാഗമായി കുറച്ച് പൈസ മറ്റ് രാജ്യങ്ങളിലെ റിസർവുകളിൽ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലെ എക്സ്ചേഞ്ച് ആയിട്ട് റിസർവ് ചെയ്ത് വെക്കാറുണ്ട്. അതിനെയാണ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് എന്ന് പറയാം. ഓക്കെ, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്. അപ്പൊ അതിലെന്താണ്? അതില് പല പല രാജ്യങ്ങളിൽ നമ്മൾ പൈസ കടം വാങ്ങിച്ചിട്ടുണ്ട്, അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഫോറിൻ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നമ്മൾ വെച്ചിരിക്കുന്ന പൈസ അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പൈസയായിട്ട് ബന്ധപ്പെട്ട് ചില ചേഞ്ചസ് അല്ലെങ്കിൽ ഇന്ത്യൻ കറൻസികളുടെ പവർ കൂടുകയും കുറഞ്ഞും ചെയ്തിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും,
ഇന്ത്യൻ കറൻസി US ഡോളേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം മൂല്യം താന്നുപോയി, വാല്യൂ കുറഞ്ഞു പോയി എന്ന് പറയും. അത് ആ ഒരു കൺസെപ്റ്റാണ്. അപ്പൊ ഇവിടെ ദിസ് ഇൻക്ലൂഡ്സ് റിലാക്സേഷൻ ഇൻ ദ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഡെപ്റ്റ്, എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോവിംഗ് ആൻഡ് നോൺ റെസിഡന്റ് ഇന്ത്യൻസ് NRI ഡിപ്പോസിറ്റ്സ്. ഇങ്ങനെ 3 കാറ്റഗറിയിൽ നമ്മൾ ചേഞ്ച് വരുത്തി. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഓരോ വർഷവും അമേരിക്ക എന്ന രാജ്യത്തിന്റെ അല്ലെങ്കിൽ US ഡോളേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഇന്ത്യൻ കറൻസിയുടെ ഒരു ഔട്ട്ഫ്ലോയും ഇൻഫ്ലോയും ഉണ്ടാവാറ്. അത്രയും പോയിന്റ്സ് ആണ് ഇതിൽ നമ്മൾ ഓർത്ത് വെക്കാൻ. അപ്പൊ ഇവിടെ എന്താ നമ്മൾ സംസാരിച്ചത്? ഈ നോൺ റെസിഡന്റ് അവിടെ ബിസിനസ് ചെയ്യുന്ന, ഇവിടെ താമസിക്കാത്ത, ഇവിടെ റിസൈഡ് ചെയ്യാത്ത ഇന്ത്യക്കാർ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലുലുവിന്റെ MM യൂസഫ് അലിയുടെ ആധാർ കാർഡും വീടും ഒക്കെ എവിടെയാണ്? തൃശ്ശൂരാണ്. എന്നാൽ അദ്ദേഹം ബിസിനസ് ചെയ്യുന്ന എവിടെയാണ്? US അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലാണ്. അങ്ങനെയുള്ള ആൾക്കാരുടെ പൈസ എങ്ങോട്ടാ വരിക? ഇങ്ങോട്ടാണ് വരിക. ഗൾഫ് രാജ്യങ്ങളെ കൂടുതൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട അദ്ദേഹം. മനസ്സിലാവുന്നുണ്ടോ? ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പോ അതുപോലുള്ള ബിസിനസ്സുകാർക്ക് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം നമ്മൾ കൊടുക്കും. അത് പറയുന്ന പേരാണ് പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ്. ഓക്കെ, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ്. ആ പോയിന്റോട് ഓർത്ത് വെക്കുക. വലിയ സീരിയസ് ആയ കണക്കുകളൊക്കെ ഇതിലുണ്ട്. കണക്കുകളൊന്നും നിങ്ങൾ ഓർത്ത് വെക്കണ്ട. ഈ ടേംസ് എല്ലാം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ റീസെന്റ് ആയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് അലൗഡ് ദ ബാങ്ക്, ഇന്ത്യയിലെ ബാങ്കുകളോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? നിങ്ങൾ ഫോറിൻ കറൻസി നോൺ റെസിഡന്റ് ബാങ്കുകൾ FCNRB ആൻഡ് നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ ഡിപ്പോസിറ്റ്സ് വിത്തൗട്ട് റെഫറൻസ് ടു ദ കറന്റ് റെഗുലേഷൻ ഓൺ ഇൻട്രസ്റ്റ് റേറ്റ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയമങ്ങളെ അധികം നോക്കാതെ തൽക്കാലത്തേക്ക് എന്ത് ചെയ്യണം? ഫോറിൻ കറൻസി നോൺ റെസിഡന്റ് ബാങ്കുകൾ വഴിയും നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ ഡിപ്പോസിറ്റ്, അതായത് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ ഡിപ്പോസിറ്റ് ഇവിടെ മേടിച്ചു വെച്ചോളാൻ, വാങ്ങി വെച്ചോളാനുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് ഹിയർ. അപ്പൊ ഇതാണ് ഒരു മെഷർ ടേക്കൺ എന്ന പോയിന്റ് ഉള്ളത്. റെസ്റ്റ് ഓഫ് ദ പോയിന്റ്സ് കണക്കാണ്. നിങ്ങൾക്ക് സമയം കിട്ടുന്ന പോലെ നിങ്ങൾ വായിച്ചാൽ. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കാര്യം കൂടെ അഡീഷണൽ ആയിട്ട് നമ്മൾ പറയാനുണ്ട്. ഇപ്പൊ NRI അക്കൗണ്ട്. അപ്പൊ എങ്ങനെയാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക? ഒന്ന്, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് വഴി ചെയ്യാം. പിന്നെ നമ്മൾ പറഞ്ഞു മറ്റ് രാജ്യങ്ങളിൽ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ ഇന്ത്യൻ കമ്പനികൾ അല്ലെങ്കിൽ ഇന്ത്യൻ ആൾക്കാര് ലോൺ എടുക്കാറുണ്ട്. ഓക്കെ, ആ ഒരു കാര്യം, അത് ഒത്തിരി പൈസ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പൈസ വരും, പക്ഷെ പിന്നീട് പലിശ അടയ്ക്കുമ്പോൾ അങ്ങോട്ട് പോകും. അപ്പൊ അത് നോക്കി വേണം ചെയ്യാൻ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്. അപ്പൊ ഈ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ് എടുക്കുന്നതുകൊണ്ട് ഗുണം എന്തൊക്കെയാണുള്ളത്? ബോറോ ലാർജ് വോളിയം ഓഫ് ഫണ്ട്. നമ്മുടെ ഇന്ത്യയിലേക്കകത്തുള്ള കുഞ്ഞു കുഞ്ഞു കമ്പനികൾക്കെല്ലാം വലിയ ഫണ്ടിങ് കിട്ടും. ഇപ്പൊ തന്നെ ഞാൻ നിങ്ങളോട് ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, ഇന്നത്തെ പത്രത്തില് നിങ്ങൾ വായിച്ചോന്ന് എനിക്ക് അറിയില്ല, ഇന്നത്തെ പത്രത്തിൽ കൂ എന്ന പേരില് ഒരു ആപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ കേട്ടിട്ടുണ്ടാകും ട്വിറ്റർ. അയ്യോ, ഈ ട്വിറ്ററിന്റെ പുതിയ പേരിനടെ ആർക്കെങ്കിലും പറയാൻ പറ്റും? സോറി, യെസ്. അപ്പൊ പഴയ ഒരു ട്വിറ്റർ എന്ന് പറഞ്ഞ ഒരു മെസ്സേജിങ് ആപ്പ് ഉണ്ടായിരുന്നു, ഷോർട്ട് മെസ്സേജിങ് ആപ്പ്. ഈ മെസ്സേജിനാണ് ഇപ്പൊ X എന്ന് പറയുന്ന പേര് ഇട്ടേക്കുന്നത്. അത് ഈ Xന്റെ അല്ലെങ്കിൽ ട്വിറ്റർ പോലെ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത ഒരു ആപ്പാണ്, അല്ലെങ്കിൽ ഇതുപോലെ ഷോർട്ട് മെസ്സേജ് ആപ്പാണ് കൂ. പക്ഷെ ഈ കൂ ഇന്നലെ മിനിങ്ങാന്ന്, എനിക്ക് 2 days ബാക്ക് അവർ ക്ലോസ് ചെയ്യുവാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ലാർജ് വോളിയം ഫണ്ട് വേണം, പക്ഷെ ഫണ്ട് കിട്ടിയില്ല. അപ്പൊ ഇന്ത്യൻ കമ്പനികള് കൂട്ടിപ്പോയി, അല്ലെ നിന്ന് പോയി എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഫണ്ടുകൾക്ക് അല്ലെങ്കിൽ നിയമതടസ്സം ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഫോറിൻ കറൻസി നോൺ റെസിഡന്റ് ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ ആർക്ക്? NRIകൾക്കും അതുപോലെ തന്നെ ഓവർസീ മറ്റ് രാജ്യങ്ങളിലുള്ള കോർപ്പറേറ്റ് ബോഡീസ് OCBകൾക്കും വിത്ത് ആൻ ഓതറൈസ്ഡ് ഡീലർ അവർക്ക് അവസരം കൊടുക്കുക. അപ്പം ഈ അവിടെയുള്ള ഫോറിൻ കറൻസി നോൺ റെസിഡന്റ് ബാങ്കുകളിൽ അക്കൗണ്ട് തുടങ്ങാൻ അവർക്ക് അവസരം കൊടുത്താൽ എന്താ ഗുണം? ആ അക്കൗണ്ട് വഴി ഇന്ത്യയിലോട്ട് പൈസ വരും. ഓക്കെ, അതുപോലെ തന്നെയാണ് NRI നമ്മൾ പറഞ്ഞത്, നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ ഡിപ്പോസിറ്റുകൾ, മറ്റുള്ള രാജ്യക്കാർക്ക് ഇവിടെ പൈസ ഇടാനുള്ള അവസരം. ഓക്കെ, അതെല്ലാം ഓപ്പൺ ആയി കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ള അവർ ഡെപ്പോസിറ്റ് ചെയ്യാൻ വരുമ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള ഇൻട്രസ്റ്റ് ഒക്കെ കൊടുക്കണം. ഓക്കെ, അപ്പം അവർ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ നോക്കൂ, ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഷീറ്റില് ഫസ്റ്റ് എന്താ നമ്മൾ നോക്കിയത്? ഇറ്റ് ഈസ് അബൌട്ട് ദ ഫോറക്സ് ഇൻഫ്ലോ. ഓക്കെ, ഫോറക്സ് ഇൻഫ്ലോ. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ കൺസെപ്റ്റ് വെച്ചിട്ട് വേണം നിങ്ങൾ ആ ഇൻഫ്ലോയെ കുറിച്ച് ആലോചിക്കാൻ.
ഓക്കെ, നോൺ റെസിഡന്റ് ഇന്ത്യൻ ആണ്, NRI ഡിപ്പോസിറ്റ് ആണ്, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ എന്താന്ന് ഞാൻ പറഞ്ഞു. ദെൻ നമ്മൾ പറഞ്ഞു ഫോറിൻ കറൻസി നോൺ റെസിഡന്റ് ബാങ്കിനെ കുറിച്ച്, അതുപോലെ നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ ഡിപ്പോസിറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ നോക്കിയത് ഈ പറഞ്ഞ എക്സ്റ്റേണൽ കമ്പനി, ഇന്ത്യൻ കമ്പനിക്ക് എക്സ്റ്റേണൽ പൈസ കടം വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് ECB, എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്. പിന്നെ നമ്മൾ പറഞ്ഞു നോൺ റെസിഡന്റ് ബാങ്ക് അക്കൗണ്ട്സ്, NRI. ഇത്രയും പോയിന്റ്സ് ആണ് അതിൽ ഓർത്തിരിക്കാൻ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് നമ്മുടെ ടോപ്പിക്. ആൻഡ് സെക്കൻഡ് ഇമ്പോർട്ടന്റ് ടോപ്പിക് അബൌട്ട് ദ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000. അപ്പൊ നമുക്കറിയാം, എന്തെങ്കിലുമൊക്കെ ഡിജിറ്റൽ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡിജിറ്റൽ മേഖലയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കള്ളത്തരം ചെയ്താൽ നമുക്കെതിരെ നിയമ നടപടി ഉണ്ടാവാറുണ്ട്. അതിന്റെ അടിസ്ഥാനപരമായ നിയമ നടപടിയുടെ ഒരു നിയമമാണ് 69A ഓഫ് IT ആക്ട് 2000. ഇപ്പൊ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്ന് പറഞ്ഞ് 2000 വന്ന ഒരു ആക്ട് ഉണ്ട്. അതിന്റെ അകത്തെ 1, 2, 3 സെക്ഷൻ അങ്ങനെ വരുമ്പോ 69A എന്ന സെക്ഷനിലാണ് നമ്മൾ ഇവിടെ ന്യൂസ് വരുന്നത്. അത് ട്വിറ്ററുമായിട്ട് ബന്ധപ്പെട്ട. ഓക്കെ, അപ്പം ഇന്ത്യയിലെ ചില ഗവൺമെന്റ് ഓർഡറിങ്, ഗവൺമെന്റുകൾക്കെതിരെ ട്വിറ്റർ കേസ് കൊടുത്തു, ലീഗൽ ആക്ഷൻ എടുത്തുള്ളതാണ് പത്രവാർത്ത. അപ്പൊ എന്തിനാത്? ഈ പറഞ്ഞ IT ആക്ട് 69A പ്രകാരം അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവുന്നു. ഓക്കെ, അപ്പം കർണാടകത്തിലെ കോടതിയില് കേസ് കൊടുത്തു ട്വിറ്റർ, കർണാടക ഹൈക്കോടതിയിൽ, അഗൈൻസ്റ്റ് ദ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. അതാണ് നമുക്ക് പഠിക്കാൻ. ഓക്കെ, അതായത് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മിനിസ്ട്രി, അതിനുവേണ്ടി മാത്രം ഒരു മന്ത്രാലയമുണ്ട്, മിനിസ്ട്രി ഉണ്ട്. അവിടെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ ടേക്ക് കെയർ ചെയ്യും. അപ്പൊ അത് ആ മിനിസ്ട്രി എന്ത് നിയമത്തിന്റെ ബേസിലാണ് ആക്ട് ചെയ്യുക? ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000. അതിൽ 69A ആണ് ട്വിറ്റർ ചലഞ്ച് ചെയ്തത് അല്ലെങ്കിൽ ചോദ്യം ചെയ്തത്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് അതിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി, ഇപ്പൊ ഇത് ഗവൺമെന്റ് തന്നെയാണ്. ഗവൺമെന്റ് ഞാൻ ഈ പറഞ്ഞ ക്രൈമിനൊക്കെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് ചെയ്യുന്ന, യൂസ് ഓഫ് കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് ചെയ്യുന്ന ക്രൈമിനൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്ന് ഓർത്ത് വെച്ചാൽ. ആ ആക്ടിന്റെ അകത്തെ സെക്ഷൻ 69 എന്താ പറയുന്നത് വെച്ചാല്, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് പവർ ടു ഇഷ്യൂ ഡയറക്ഷൻ ആൻഡ് ഇന്റർസെപ്റ്റ്, മോണിറ്റർ ഓർ ഡീക്രിപ്റ്റ് any information generated, transmitted, received or stored in any computer resources. ഇതാണ് 69 IT ആക്ടിലെ 69 പറയുന്നത്. അതായത് സെൻട്രൽ ഗവൺമെന്റിനോ സ്റ്റേറ്റ് ഗവൺമെന്റിനോ ഏത് സോഷ്യൽ മീഡിയ സോഫ്റ്റ്വെയർ കമ്പനിയുടെയും ഡേറ്റ അല്ലെങ്കിൽ അവർ സ്റ്റോർ വെച്ചിരിക്കുന്ന കാര്യത്തിൽ കയറി നോക്കാനും അത് കോപ്പി എടുക്കാനും അത് പഠിക്കാനും അത് വെച്ച് കേസ് എടുക്കാനും ഒക്കെയുള്ള അധികാരം കൊടുക്കുന്നില്ല. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ട്വിറ്റർ പോലുള്ള കമ്പനി ഇതിനെതിരെ നിന്നുണ്ടാവും. അത്രേ ഉള്ളൂ. നമുക്ക് ഈ ഒരു ന്യൂസിൽ ഈ IT ആക്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇത് ഒത്തിരി പേർക്ക് ബാധകമായിട്ടുണ്ട് ഈ പറഞ്ഞ IT ആക്ട്. അപ്പൊ ഇതിന്റെ ബാക്കി റെസ്റ്റ് ഓഫ് ദ പോയിന്റ്സ് യു ക്യാൻ റീഡ് ഇറ്റ് യുവർ ഓൺ. ഇവിടെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ഇന്റർമീഡിയറ്റ് ആസ് പെർ ദ IT. ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇടനിലക്കാരെന്നാണ്. ഉദാഹരണം പറഞ്ഞാൽ ഞാനിപ്പോ നിങ്ങൾക്ക് ഒരാൾക്ക് മെസ്സേജ് അയച്ചു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്റെ ഫോണിൽ നിന്ന് ഞാൻ മെസ്സേജ് ടൈപ്പ് ചെയ്തു, അപ്പൊ അത് ഞാനാണ്. നിങ്ങളുടെ ഫോണിൽ ആ മെസ്സേജ് നിങ്ങൾ വായിച്ചു, അപ്പൊ അത് നിങ്ങളാണ്. അപ്പൊ ശരിക്കും ഞാനും നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഒരാളില്ലേ, അതാണ് ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള വാട്സാപ്പ് അല്ലെങ്കിൽ ട്വിറ്റർ അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പൊ ഈ പറഞ്ഞ വാട്സാപ്പ് എന്ന് പറഞ്ഞ ആ ഒരു സോഫ്റ്റ്വെയറിനെയാണ് അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പിനെയാണ് നമ്മൾ എന്താ പറയാ, ഇടനിലക്കാർ അല്ലെങ്കിൽ ഇന്റർമീഡിയറി എന്ന് പറയാം. ഓക്കെ, അപ്പം ഇന്റർമീഡിയറ്റിനെ കുറിച്ച് എന്താണ് ഇന്റർമീഡിയറി എന്നും IT ആക്ട് 2000 പ്രകാരം ഇത് നമ്മുടെ ആക്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. വിച്ച് മീൻസ് അല്ലെങ്കിൽ ഇൻക്ലൂഡ്സ് പ്രൊവൈഡർ ഓഫ് ദ ടെലികോം സർവീസ്, മൊബൈൽ ഫോൺ കമ്പനിക്കാര്, നെറ്റ്വർക്ക് സർവീസ്, ഇന്റർനെറ്റ് സർവീസ്, വെബ് ഹോസ്റ്റിംഗ് എക്സെട്ര എക്സെട്ര. ഇങ്ങനെ കുറെ പേരെ പറയുന്നുണ്ട്. ഇവരെല്ലാം എന്തിന്റെ കീഴിൽ വരും? ഇവരെല്ലാം ഇന്റർമീഡിയറി ആരാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ കീഴിൽ വരുന്നവരാണ്. ഓക്കെ, സോ അങ്ങനെ ഒരു ആലോചന. അപ്പൊ ഇതിന് ഇടനിലക്കാർ വരുമ്പോ അവർക്ക് ഞാൻ അയച്ച മെസ്സേജിൽ നിന്നും നിങ്ങൾ വായിച്ച മെസ്സേജിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അവരിലൂടെയാണ് നിങ്ങൾക്ക് മെസ്സേജ് വന്നത്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഏകദേശം 7 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന രീതിയിലുള്ള തെറ്റുകൾ കൂടെ ഇതില് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ട്വിറ്റർ ഈ ഒരു വിഷയത്തിൽ ഇടപെടാനുള്ള മെയിൻ റീസൺ. അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഒന്ന് IT ആക്ട് 2000 എന്താണെന്ന്, അതില് 69 എന്താണ്, 69 എന്താണെന്ന്, അതിന്റെ അകത്ത് ഇന്റർമീഡിയറി എന്നൊരു വാക്ക് പറയുന്നുണ്ട്. ഇന്റർമീഡിയറി എന്താണ് സെക്ഷൻ 21W ഡിഫൈൻ ചെയ്യുന്നുണ്ട്.
അതിൽ ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും ഇന്റർമീഡിയറ്റ് ഏർപ്പെടുത്താം. ഇപ്പൊ മൊബൈൽ കമ്പനിക്കാര് അല്ലെങ്കിൽ നമ്മുടെ ആമസോൺ പോലുള്ള ആപ്പ്, വാട്സാപ്പ് ആപ്പ്, എന്ത് വേണമെങ്കിലും അവരെല്ലാം പോസ്റ്റിംഗ്, ഇവരെല്ലാം എന്താണ് ഇന്റർമീഡിയറ്റ്സ്. അപ്പൊ ആ ഇന്റർമീഡിയറ്റ്സിന് അവരുടെ ഉത്തരവാദിത്തത്തിന് പോകാൻ പറ്റുമോ? ഇല്ല, ഒളിച്ചോടാൻ പറ്റില്ല. ഒബ്ലിഗേഷൻസ് ഉണ്ട്, റെസ്പോൺസിബിൾ ആണ് അവർ. ഓക്കെ, അപ്പൊ അങ്ങനെ റെസ്പോൺസിബിൾ ആയ അവരിൽ തെറ്റ് ചെയ്താൽ എത്ര വർഷം വരെ ശിക്ഷ കിട്ടാം? 7 years വരെ ശിക്ഷ പോസിബിൾ ആണ്. സോ ദിസ് ഇസ് അബൌട്ട് ദ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് in this note, that is about the Information Technology Act 2000. അപ്പൊ അടുത്തത് എന്താണ് ഇമ്പോർട്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഇസ് അബൌട്ട് ദ മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ് ആൻഡ് എൻഡോഴ്സ്മെന്റ് ഫോർ മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ് 2000. ഇതൊരു പുതിയ 2022 വന്നൊരു പുതിയ നിയമമാണ്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ പരസ്യം, ഒരു ബന്ധമില്ലാത്ത പരസ്യങ്ങൾ പബ്ലിഷ് ചെയ്തിട്ട് അതിൽ നിന്ന് ബിസിനസ് ഉണ്ടാക്കാൻ പാടില്ല. ഉദാഹരണം പറഞ്ഞാൽ ഇന്ദുലേഖ ബൃങ്ക ഓയിൽ വാരി നിങ്ങൾ തേക്കൂ, 2 മിനിറ്റിനുള്ളിൽ മുടി വളരും. അവരുടെ പരസ്യം അങ്ങനെയാണ്. അപ്പൊ 2 മിനിറ്റിനുള്ളിൽ മുടിയല്ല, ഒരു ചെടി പോലും വളരൂല എന്നുള്ളത് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, കമ്പനിക്കാർക്കും അറിയാം. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഫേക്ക് പരസ്യങ്ങൾ കൊടുക്കാൻ പാടില്ല. അത് തടയാൻ വേണ്ടിയുള്ള ഗൈഡ് ലൈൻസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 2022 കൊണ്ടുവന്നു. അതാണ് പ്രിവെൻഷൻ ഓഫ് മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ് ആൻഡ് എൻഡോഴ്സ്മെന്റ് ഫോർ മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ്. ഇങ്ങനെയുള്ള സാധനങ്ങൾ ആരാ കൊണ്ടുവരുന്നത്? CCPA. ആരാ CCPA? സെൻട്രൽ കൺസ്യൂമർ, അല്ല, ഉപഭോക്താവിനെ സംരക്ഷിക്കാൻ പ്രൊട്ടക്ഷൻ അതോറിറ്റി. ആൻഡ് അണ്ടർ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ആണ് ഈ നിയമം കൊണ്ടുവരുന്നത്. അപ്പൊ ഇതില് ചില വാലിഡ് അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ പാടുള്ളൂ എന്നവർ പറയും. വാലിഡ് അഡ്വർടൈസ്മെന്റ്. അപ്പൊ അതിന്റെ പോയിന്റ്സ് ജസ്റ്റ് വായിച്ചാൽ, അതായത് സയന്റിഫിക്കലി പറഞ്ഞിട്ടുള്ള, ആൾക്കാർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള പരസ്യങ്ങൾ മാത്രമേ ഇടാവൂ, അല്ല കളത്തിൽ പരസ്യം ചെയ്തു. അതുപോലെ കുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്ന പരസ്യമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ചില ടോയ്സ് അല്ലെങ്കിൽ ചില ചോക്ലേറ്റുകൾ, അപ്പൊ കുട്ടികളെ ടാർഗറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെയൊക്കെ ടാർഗറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ ശ്രദ്ധിക്കണം. കുട്ടികളുടെ ആരോഗ്യപരമായ അല്ലെങ്കിൽ മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത രീതിയിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അടുത്തൊരു പോയിന്റ് നമ്മൾ ഉദ്ദേശിച്ചത്. പിന്നെ ഒരു സാധനമാണ് സുറോഗേറ്റ് അഡ്വർടൈസ്മെന്റ് നിരോധിച്ചുകൊണ്ട്, പ്രൊഹിബിറ്റ് ചെയ്യുന്നു. അത് ഈ സുറോഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ സുറോഗേഷൻ എന്നൊക്കെ പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ വാടക ഗർഭം എന്ന് പറയും. സുറോഗേറ്റ് മദർ എന്ന് പറയുന്നത്, അതായത് എനിക്കൊരു കുഞ്ഞുണ്ടാവണം, അപ്പൊ ഞാൻ ഒരാളെ അതിനുവേണ്ടി വാടകയ്ക്ക് എടുക്കുവാണ്, അതിനാണ് സുറോഗേറ്റ് മദർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില പരസ്യങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ പരസ്യങ്ങള് ചില ബ്രാൻഡിയുടെയും വിസ്കിയുടെയും ഒക്കെ പരസ്യം. സ്മേർണോഫ് എന്നും പറഞ്ഞ് ഒരു ബ്രാൻഡി വിസ്കി എന്നൊരു സാധനം, ഡ്രിങ്ക്സ് പോലത്തെ ഒരു സാധനം, ബ്യൂറേജ് പോലെ സാധനം അവൈലബിൾ. അപ്പൊ ഈ സ്മേർണോഫിന് അവരുടെ കുപ്പിയുടെ പടം കാണിച്ചുകൊണ്ട് പരസ്യം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം അതിൽ ബ്രാൻഡി ആണെന്ന് വിസ്കി ആണെന്ന് പറഞ്ഞ് പരസ്യം ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവരെന്താ ചെയ്തതെന്ന് വെച്ചാല്, അവര് സോഡ കമ്പനി തുടങ്ങിയിട്ട് അവർ ഈ ബ്രാൻഡി കൊടുക്കുന്ന അതേപോലത്തെ കുപ്പി, ആ കുപ്പിക്കകത്ത് സോഡ ഒഴിച്ച്, ആ സോഡയാണ് ഞങ്ങൾ വിൽക്കുന്നത്, സെയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞ് പരസ്യം ഇറക്കി. അപ്പം അവരെ സംബന്ധിച്ച് എന്താണ്, ഒരു തരത്തിൽ പറഞ്ഞ ഒരു മിമിക്രി. ഓക്കെ, അതിനെയാണ് സുറോഗേറ്റ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയാൻ മറന്നത്. ഓക്കെ, ദ സെല്ലർ പ്രൊമോട്ട്സ് എ പ്രോഡക്റ്റ് ഹൂസ് അഡ്വർടൈസ്മെന്റ് ഈസ് നോട്ട് അലൗഡ് ബൈ ഡിസ്ഗൈസിംഗ് ഇറ്റ് ഇൻ അനദർ പ്രൊഡക്ട്സ്. കണ്ടോ? അപ്പൊ CD ആയിട്ടും അതുപോലെ ഹോളിഡേ പാക്കേജ് ആയിട്ടും സോഡ ആയിട്ടും ഒക്കെ നമ്മൾ ചെയ്യാം. ദിസ് ഈസ് അബൌട്ട് ദ സുറോഗേറ്റ് അഡ്വർടൈസ്മെന്റ്. ഇതൊന്നും പാടില്ല എന്നുള്ളതാണ് പുതിയ പ്രിവെൻഷൻ ഓഫ് മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ് ആൻഡ് എൻഡോഴ്സ്മെന്റ് ഫോർ മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ് 2022. അതുപോലെ തന്നെ ഈ ഗുളിക കഴിച്ചപ്പോൾ ഇന്ന ആൾക്ക് ഇന്നത് കിട്ടി, അല്ലെങ്കിൽ ബുദ്ധി ഉണ്ടായി, മുടി വളർന്നു, ഇങ്ങനെ പറയാൻ പാടുണ്ടോ? ക്ലെയിം ചെയ്യാൻ പാടില്ല. അതൊക്കെ അബദ്ധമാണ്. അതുപോലെയാണ് ബെയ്റ്റ് അഡ്വർടൈസ്മെന്റ്. ഓക്കെ, ബെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മീൻസ് ആൻ അഡ്വർടൈസ്മെന്റ് ഇൻ വിച്ച് ഗുഡ്സ്, പ്രൊഡക്ട്സ് ഓർ സർവീസ് ഈസ് ഓഫേർഡ് ഫോർ സെയിൽ അറ്റ് എ ലോ പ്രൈസ്. വളരെ ലോ പ്രൈസില് അഡ്വർടൈസ്മെന്റ് കൊടുക്കുകയാണ്. 10 ജീൻസ് വാങ്ങിക്കൂ, 100 രൂപ തന്നാൽ മതി. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ ക്വാളിറ്റി ഉണ്ടാവില്ല എന്നുള്ള കാര്യം എനിക്ക് പറയാം, നിങ്ങൾക്ക് പറയാം, അവനും അറിയാം. അപ്പൊ അങ്ങനെയുള്ള പരസ്യങ്ങൾ ഒന്നും പാടില്ല. ഓക്കെ, സോ ഇതിന്റെ ബാക്കിയുള്ള സിഗ്നിഫിക്കൻസ് പോയിന്റ്സ് നിങ്ങൾ വായിക്കുക. സോ നെക്സ്റ്റ് വൺ ഈസ്, നമ്മൾ ഇപ്പൊ പറഞ്ഞ എന്തായിരുന്നു? ഗൈഡ് ലൈൻസ് ആണ് എന്നുള്ള പ്രിവെൻഷൻ ഓഫ് മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ് ആൻഡ് എൻഡോഴ്സ്മെന്റ് ഫോർ മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ്. അപ്പൊ ആരൊക്കെയാണ് ചെയ്യുന്നത് മനസ്സിലായി. അതിന്റെ കുറച്ച് പ്രൊവിഷൻസ്: ഒന്ന് എന്താ, വാലിഡ് ആയിട്ടുള്ള കണ്ടീഷൻ ആയിരിക്കണം. 2, കുട്ടികളെ ടാർഗറ്റ് ചെയ്യാൻ പാടില്ല. 3, സുറോഗേറ്റ് അഡ്വർടൈസ് പാടില്ല. ഫ്രീ ക്ലെയിം അഡ്വർടൈസ് പാടില്ല.
ബാഡ് അഡ്വർടൈസ്മെന്റ്. അപ്പൊ ഇത് എന്താണെന്ന് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് പോയിന്റ്സ് വായിക്കാം. അടുത്താണ് ഹെയ്റ്റ് സ്പീച്ച്. അല്ലെ, ഞാൻ ഒരു പ്രസംഗം നടത്തുമ്പോൾ ഞാൻ ഹിന്ദു കമ്മ്യൂണിറ്റിനെ അവമാനിക്കുന്നു, അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റി, അങ്ങനെയുള്ള വിദ്വേഷ പ്രചരണ പ്രസംഗങ്ങൾ, വിദ്വേഷ പ്രസംഗങ്ങൾക്കാണ് ഹെയ്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് കാരണം എന്തുണ്ടാവും, ഒരു കമ്മ്യൂണൽ വയലൻസ് ഒക്കെ ചിലപ്പോൾ ചില രാജ്യങ്ങളിൽ ഉണ്ടാവാം, ചില സംസ്ഥാനങ്ങളിൽ ഉണ്ടാവാറുണ്ട്. ഇത് എന്താ പത്രത്തിൽ വരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമരാവതി മഹാരാഷ്ട്ര വേർ ദ കെമിസ്റ്റ് ഉമേഷ് കൊല്ല വാസ് knifed to death alleged by 3 men in the retaliation of his sharing a post in the support of former ruling party spokesman on the prophet was on the same lines as bizarrely murdered by the tailor Kanayala in Udaipur weeks ago. അതായത് അമരാവതി മഹാരാഷ്ട്രയിലെ ഒരു സ്ഥലത്ത് ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയുടെ പ്രവാചകനെ അല്ലെങ്കിൽ പ്രോഫറ്റിനെ അവമാനിക്കുന്ന രീതിയിൽ ഒരു കമന്റ് ഒരാൾ പറഞ്ഞു. ആ പറഞ്ഞ കമന്റിനെ ഷെയർ ചെയ്തു മറ്റൊരാൾ. അപ്പൊ അങ്ങനെ ഷെയർ ചെയ്തപ്പോ ആ ദേഷ്യം വരികയും അയാളെ ആക്രമിക്കുക, അയാളെ. അപ്പൊ ഇങ്ങനെ ഹെയ്റ്റ് സ്പീച്ചുകൾക്കെതിരെ നമ്മളിവിടെ സമരം നടത്താറുണ്ട്. സ്വാഭാവികമായിട്ടും അതൊക്കെ പാടില്ല, സ്റ്റബോൺ ആവാൻ പാടില്ല, സ്പിരിറ്റി പാടില്ല, എല്ലാ മനുഷ്യരെയും ഒരുപോലെ കണ്ട് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പം നമ്മൾക്ക് ഇതുപോലെ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയാൽ എന്താണ് നിയമം, ലീഗൽ പൊസിഷൻ എന്താണ്? ഒന്ന്, ഇയാളെ IPC പ്രകാരം, ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം ശിക്ഷിക്കും. അപ്പൊ ഏതാ സെക്ഷൻ 153A, 153B പണിഷ്മെന്റ് ആണ്. ഓക്കെ, ഹേറ്റഡ് ബിറ്റ്വീൻ ദ ഗ്രൂപ്പ്സ് വരുന്നത്. അതുപോലെ 295A നമ്മൾ പണിഷ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. കൂടാതെ 505(1), 505(2) അതെന്താ, പബ്ലിക്കേഷൻ ആണ്. നമ്മൾ എന്തെങ്കിലും ഫോട്ടോസൊക്കെ അടിച്ചിറക്കുവാണെങ്കിൽ അതുമൊക്കെ തെറ്റായിട്ടുള്ളതാണ് അവിടെ പറയാം. ഇതെല്ലാം ഇന്ത്യൻ പീനൽ കോഡ് വഴിയുള്ള ഒഫൻസുകളാണ്. അപ്പം നമ്മള് ഹെയ്റ്റ് സ്പീച്ച് ചെയ്യുമ്പോൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല. അത് ചെയ്താൽ തെറ്റും കുറ്റം ഉണ്ടെന്നുള്ളതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കാം. അടുത്തത്, ഈ മിക്കവാറും ഈ ഹെയ്റ്റ് സ്പീച്ചുകളും ഇങ്ങനെയുള്ള പ്രസംഗങ്ങളും ചെയ്യുന്ന ആരായിരിക്കും? രാഷ്ട്രീയക്കാരായിരിക്കും ചെയ്യുക. അപ്പൊ ഈ രാഷ്ട്രീയക്കാർ ഇലക്ഷനിൽ ജയിക്കുമ്പോൾ അവരെ ജയിപ്പിച്ചു വിടുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു നിയമമുണ്ട്. അതാണ് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട്. റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951. ആ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിന്റെ സെക്ഷൻ 8 ഓക്കെ എന്താ പ്രിവെന്റ് ചെയ്യണത്? പ്രിവെന്റ് എ പേഴ്സൺ ഫ്രം കൺവിക്റ്റഡ് ഓഫ് ദ ഇല്ലീഗൽ യൂസ് ഓഫ് ഫ്രീഡം ഓഫ് സ്പീച്ച് ഫോർ കണ്ടസ്റ്റിംഗ് ആൻ ഇലക്ഷൻ. ഇലക്ഷൻ സമയത്ത് നിങ്ങൾക്ക് എല്ലാം പറയാനുള്ള അവകാശം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും കമ്മ്യൂണിറ്റിനെ നാണം കെടുത്തി പറയാൻ പാടുണ്ടോ? ഇല്ല. ബെനിഫിറ്റിന് വേണ്ടി ചെയ്യരുത്, തെറ്റാണ്, അതിന് ശിക്ഷയുണ്ട്. അടുത്തത് 123(3A), 125 ഓഫ് RPA, അതായത് റെപ്രസെന്റേറ്റീവ് പീപ്പിൾ ആക്ഷൻ. അപ്പൊ എന്താണ് അത്? ഈ പറഞ്ഞ പോലെ പ്രൊമോഷൻ ഓഫ് അനിമോസിറ്റി ഓൺ ദ ഗ്രൗണ്ട് ഓഫ് റേസ്. അതായത് നമുക്ക് പ്രൊമോഷനെ തടഞ്ഞു വെക്കുന്നത് ഒഴിവാക്കാനുള്ള. അപ്പൊ എങ്ങനെ തടഞ്ഞു വെക്കാൻ പാടില്ല? ഒരു ജാതി ജനിച്ചെന്നോ റിലീജിയൻ ആണെന്നോ കമ്മ്യൂണിറ്റി ആണെന്നോ ലാംഗ്വേജ് ആണെന്നോ ഒന്നും പറഞ്ഞിട്ട് നമ്മളെ അങ്ങനെ തടഞ്ഞു വെക്കാൻ പാടില്ല. അപ്പം ഈ പറഞ്ഞ ഹെയ്റ്റ് സ്പീച്ചിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇന്ത്യൻ പീനൽ കോഡില് ചില പ്രൊവിഷൻസ്, ലീഗൽ പ്രൊവിഷൻസ് അല്ലെങ്കിൽ പൊസിഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിലും ഇത് ഉണ്ട്. ഇതിനെയൊക്കെ കുറിച്ച് അല്ലെങ്കിൽ ചേഞ്ചസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നമ്മൾ ബസ്വറുള്ള കമ്മിറ്റീനെ 2014 അപ്പോയിന്റ് ചെയ്തു. മറന്നുപോയത് വളരെ ഇമ്പോർട്ടന്റ് കമ്മിറ്റിയാണ്. ഓക്കെ, അപ്പൊ അയാൾ പറഞ്ഞു ഇത് തെറ്റ് ചെയ്താൽ പണിഷബിൾ അപ് ടു 5 years ഓർ ഫൈൻ. ഓക്കെ, ഇങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്. അതുപോലെ 509 പണിഷബിൾ ആണ് 3 years ഓർ ഫൈൻ ഓർ. ഓക്കെ, 3 വർഷം വരെ തടവ് കിട്ടാവുന്ന ശിക്ഷയായിട്ട് അതിനെ മാറ്റി. ഓക്കെ, അപ്പൊ മറ്റൊരു കമ്മിറ്റിയും കൂടെ ഓർക്കുക, വിശ്വനാഥൻ കമ്മിറ്റിയാണ്, 2019 അപ്പൊ അത് ഈ പറഞ്ഞ പോലെ ഇൻസെർഷൻ ആണ്, പുതുതായിട്ട് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു. സെക്ഷൻ 153CB ആൻഡ് സെക്ഷൻ 505A ഓഫ് ഐഡന്റിറ്റി. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ, അവരെ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് റിലീജിയൻ, കാസ്റ്റ് അല്ലെങ്കിൽ റേസ്, കമ്മ്യൂണിറ്റി, സെക്സ്, ജെൻഡർ ഇക്വാലിറ്റി, സെക്ഷൽ ഓറിയന്റേഷൻ, പ്ലേസ് ഓഫ് ബർത്ത്, റെസിഡൻസ്, ലാംഗ്വേജ്, ഐഡന്റിറ്റി ഓർ ട്രൈബ്, ഇത്രയും ബേസിൽ മാറ്റി നിർത്താൻ പാടില്ല. വിശ്വനാഥൻ കമ്മിറ്റി പറയുന്നത് അനുസരിച്ചാണെങ്കിൽ 2 വർഷം 5000 രൂപ ഫൈനും ആ തെറ്റുകൾ കിട്ടാനുള്ള സാധ്യത. ഓക്കെ, സോ നമ്മളിപ്പോ പറഞ്ഞെന്തായിരുന്നു? നമ്മളിപ്പോ പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, ഹെയ്റ്റ് സ്പീച്ചിനെ കുറിച്ചാണ്. ഹെയ്റ്റ് സ്പീച്ച് ഇന്ത്യൻ പീനൽ കോഡിൽ എങ്ങനെ വരുന്നു, അതുപോലെ തന്നെ ഇന്ത്യൻ പീനൽ കോഡ് പോലെ തന്നെയാണ് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിൽ എങ്ങനെ വരും എന്നുള്ള പോയിന്റും. അതിനുശേഷം 2 കമ്മിറ്റി, ബസ്ബറുള്ള കമ്മിറ്റിയും വിശ്വനാഥൻ കമ്മിറ്റിയുടെ ഡീറ്റെയിൽസ് കൂടെ ഓർത്തു വെക്കേണ്ടത്. അപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞു, മറ്റ് രാജ്യങ്ങളിലുള്ളവർക്ക് ഇന്ത്യയിൽ വന്ന് പൈസ ഡിപ്പോസിറ്റ് ചെയ്ത് ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് ഇന്ത്യക്ക് അകത്ത് കമ്പനി തുടങ്ങാം.
അപ്പം ശരിക്കും സ്വാഭാവികമായിട്ടും നമുക്കറിയാം നമ്മുടെ ഫാമിലി കോളേജിൽ ഇരിക്കുന്ന ആൾ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പം അയാളുടെ മുമ്പിൽ പോയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് കണ്ട. അപ്പം നമുക്കിവിടെ മറ്റുള്ള രാജ്യക്കാർക്ക് വന്ന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അധികാരം. അപ്പൊ ഏകദേശം ഉണ്ട് 50,000 കോടി വരെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആരാണ് ഈ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് നമുക്ക് നോക്കാം. അവര് ദോസ് ദാറ്റ് ഇൻവെസ്റ്റ് ഫണ്ടഡ് ഇൻ ദ മാർക്കറ്റ് ഔട്ട്സൈഡ് ഫ്രം ദർ ഹൗസ്. നമ്മുടെ ഇവിടെ ഉള്ളവര് പുറത്ത് പോയി ജോലി ചെയ്യുന്നു. അപ്പൊ അവരവിടെ നിന്ന് ഇങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്? അവരിവിടെ ഷെയർ, ബോണ്ടുകൾ വാങ്ങിക്കും, ഷെയർ വാങ്ങിക്കും, മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ്. അപ്പൊ ഇങ്ങനെയുള്ള പൈസ ബൾക്കായിട്ട് വരുന്നത് കൊണ്ട് ആ ഡേറ്റ എല്ലാം എവിടെ സൂക്ഷിച്ചു വെക്കണം? നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററീസിൽ സൂക്ഷിച്ചു വെക്കും, NDSL. എന്നിട്ട് നമ്മൾ അത് ചോദിച്ചെടുക്കുകയാണ്. ആണ് എന്റെ. ഓക്കെ, സോ ഇത്രയും പോയിന്റ്സ് ആണ് അതിലുള്ളത്. പിന്നെ ബാക്കിയുള്ളത് അതിന്റെ കോവിഡിന്റെ കഥയൊക്കെ. അപ്പൊ ഈ ഒരു ഷീറ്റില് നമുക്ക് എന്തൊക്കെയാണെന്ന് റിവേഴ്സ് ചെയ്യാം. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് ഫോറക്സ് ഇൻഫ്ലോയെ കുറിച്ചാണ്. ഫോറക്സ് ഇൻഫ്ലോയെ കുറിച്ച്. സെക്കൻഡ് വൺ നമ്മൾ പറഞ്ഞത് ഇറ്റ് ഈസ് അബൌട്ട് ദ ഫോറക്സ് ഇൻഫ്ലോയിൽ കുറച്ച് സബ് പോയിന്റ്സ് ഉണ്ട്. രണ്ടാമത്തെ നോട്ട് IT ആക്ട് 69A ആണ്. മൂന്നാമത്തെ നമ്മൾ പഠിച്ചത് 1, 2 കഴിഞ്ഞു. മൂന്നാമത്തെ നമ്മൾ പഠിച്ചത് ട്വിറ്ററിന് ലോ സ്യൂട്ട് ഫയൽ ചെയ്തെന്നുള്ളതാണ്. ഓക്കെ, ട്വിറ്ററിന് മറന്നു പോരുത്, അതിന് ഒബ്ലിഗേഷൻ ഉള്ളതാണ് നാലാമത്. അഞ്ചാമത്തെ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? അതായത് ഹെയ്റ്റ് സ്പീച്ചിനെ കുറിച്ചാണ്. മിസ്ലീഡിംഗ് ആണ് അഡ്വർടൈസ്മെന്റ് എൻഡോഴ്സ്മെന്റ് ഫോർ മിസ്ലീഡിംഗ്. ഇത് നമ്മൾ ഓർക്കണം. സൂറോഗേറ്റ് എന്താണ്, ഫ്രീ ക്ലെയിം എന്താണ്, ബയറ്റ് എന്താണ്, വാലിഡ് എന്താണ്. അവസാനമായിട്ട് നമ്മൾ നോക്കിയത് ഹെയ്റ്റ് സ്പീച്ച് ആണ്. ഹെയ്റ്റ് സ്പീച്ച് എന്ന് പറയുമ്പോൾ അത് ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് പ്രകാരം ഒക്കെ പല രീതിയിൽ ഒഫൻസ് ആണെന്ന് ഓർത്തു വെക്കേണ്ടതായിട്ട്. അത് പഠിക്കാനും അതിന് ചേഞ്ച് വരുത്താനും 2 കമ്മിറ്റികൾ, ഒന്ന് ബസ്മറുള്ള കമ്മിറ്റി, മറ്റേത്. ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഈ നോട്ടിൽ പഠിക്കാൻ. ഓക്കെ, അപ്പൊ ഈ നോട്ടിൽ ഞാൻ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇരിക്കാൻ ആസ്ക്. വൈഷ്ണവി മനസ്സിലായോ? മനസ്സിലായി. ടീനെ? യെസ് സർ, മനസ്സിലായി. സനീഷ്? സർ. രശ്മി? മനസ്സിലായി സർ. സമീറ? യെസ് സർ, മനസ്സിലായി. മെരിയ? ഇസ? മനസ്സിലായി സർ. ആഷിഖ്? ഫോൺസ? യെസ് സർ, മനസ്സിലായി. ക്രിസ്റ്റി? മനസ്സിലായി സർ. നമുക്കിനി നെക്സ്റ്റ് ഒരു നോട്ടോടെ നോക്കാം. നെക്സ്റ്റ് ഞാൻ വലുതാക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇന്ത്യ ഗവൺമെന്റിന്റെ വുമൺ ആൻഡ് ചിൽഡ്രൻ, അവർക്ക് വേണ്ടി മാത്രമായിട്ട് പ്രത്യേകമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പൊ പേര് കേൾക്കുമ്പോൾ മിഷൻ വാത്സല്യ സ്കീം. മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ആണ് നമ്മൾ ഇതിൽ വെച്ചിട്ട്. മിഷൻ വാത്സല്യ സ്കീം. ഓക്കെ, മിഷൻ വാത്സല്യ സ്കീം. അപ്പൊ ഇതാണ് ഈ ഒരു സ്കീമിന്റെ ഉദ്ദേശം. ഇത് സെൻട്രൽ ഗവൺമെന്റ് സ്പോൺസർ ചെയ്തു. ഓക്കെ, എന്തിനു വേണ്ടിയാണ്? ചൈൽഡ് പ്രൊട്ടക്ഷൻ സർവീസസ് സ്കീം. 2010 തൊട്ടേ ഉള്ളതാണ്. അപ്പൊ ഇതിന്റെ പല ലക്ഷ്യങ്ങളുണ്ട്. ഇത് എന്തൊക്കെയാ? നമുക്ക് ഈ പറഞ്ഞ പോലെ നിയമ സഹായം കൊടുക്കുക, അല്ലെങ്കിൽ സർവീസ് ഡെലിവറി സഹായം കൊടുക്കുക, കുറെ സഹായങ്ങൾ, ട്രെയിനിങ് കൊടുക്കുക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് വാത്സല്യ സ്കീം എന്ന രീതിയിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇതിനു വേണ്ടി വാത്സല്യ പ്രൊജക്ട് അപ്രൂവൽ ബോർഡ് ഉണ്ട്. ആ ബോർഡിന് പറയുന്ന പോലെയാണ് ഇതുപോലെ തന്നെ വാത്സല്യ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് ഓരോരോ ഫണ്ടും കാര്യങ്ങളും കൊടുക്കുക. അപ്പം ഇത് ഏത് സെക്രട്ടറിയാണ് കൊടുക്കുക? സെക്രട്ടറി ഓഫ് ഹോം അഫെയർസ്, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ്, പഞ്ചായത്ത് രാജ്, റൂറൽ, ഇങ്ങനെ കുറെ ഇവരെല്ലാം മെമ്പർമാരാണ്. ഓക്കെ, ഇവരെല്ലാം കൂടെ കൂടി ആലോചിച്ച്, അതായത് ഈ പ്രൊജക്ട് ആർക്ക് അപ്രൂവൽ ചെയ്ത് കൊടുക്കണം എന്നുള്ള പ്രൊജക്ട് അപ്രൂവൽ ബോർഡില് ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റ് ഓഫ് ആൾക്കാർ മെമ്പറാണ്. അങ്ങനെ ആ മെമ്പറായ ആൾക്കാർ എല്ലാവരും കൂടെ ചേർന്നാണ് ഈ ഒരു പ്രൊജക്ട് എടുക്കുക. ഓക്കെ, അപ്പൊ അത് ഈ പറഞ്ഞതുപോലെ ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, അങ്ങനെ കാശ്മീർ പോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഈ ഒരു
സ്റ്റേറ്റില്, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലെ 8 ഈ വാത്സല്യ സ്കീം ലോഞ്ച് ചെയ്തത്. ഓക്കെ, സോ ഇത്രയാണ് വാത്സല്യ സ്കീമിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞു വെക്കാൻ. അപ്പൊ വേറെ ഒന്നുമില്ല, ബാക്കി റെസ്റ്റ് ഓഫ് ദ പോയിന്റ്സ് നിങ്ങളുടെ ക്യൂരിയോസിറ്റിക്ക് വേണമെങ്കിൽ വായിച്ചു വിടാം. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? മിഷൻ വാത്സല്യ സ്കീം. ഓക്കെ, മിനിസ്ട്രി ഓഫ് വുമൺ ചൈൽഡ് ഡെവലപ്മെന്റ് അങ്ങനെയുള്ള സ്കീമുകളാണ് തുടങ്ങുന്നത്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഫണ്ടിങ് ആണോ? യെസ്. ഇതിന് ആർക്കെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? ഉണ്ട്. ഇംപ്രൂവ്മെന്റ് ആണ്. അപ്പൊ ഇതില് ഈ പൈസ ആർക്ക് കൊടുക്കണം? വാത്സല്യത്തിന്റെ പ്രൊജക്ട് കൊടുക്കണം എന്ന് ചോദിച്ചാൽ ആരുണ്ട്? ഒരു പ്രൊജക്ട് അപ്രൂവൽ ബോർഡ് ഉണ്ട്. അതിൽ ആരൊക്കെ ഉണ്ട്? അതിലുള്ളവരുടെ പേരുകൾ താഴെ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ പറഞ്ഞ സ്കീം പ്രകാരം നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലാണ് തുടങ്ങിയത്. 8 സ്റ്റേറ്റ്സ് ഇൻ നോർത്ത് ഈസ്റ്റ് ആസ് വെൽ ആസ് ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് ആൻഡ് ജമ്മു കാശ്മീർ. ഓക്കെ, ഇത്രയും പോയിന്റ്സും ബാക്കിയുള്ള പോയിന്റ്സ് നിങ്ങൾ സമയം പോലെ വായിച്ചു. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ആണ് ഫസ്റ്റിൽ നമുക്ക് ഓർത്ത് വെക്കണം. രണ്ടാമത്തെ സാധനം നിങ്ങൾ എല്ലാവരും, രണ്ടാമത്തെ നോട്ട് നിങ്ങൾ കുറെ കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പ്രത്യേകത, ഡ്രാഗൺ ഫ്രൂട്ട് ഒരു മാതിരി എന്താ പറയാ, കള്ളിമുൾ ചെടി പോലത്തെ ഒരു സാധനം, വള്ളി, വലിയ ഭംഗിയൊന്നും. അപ്പൊ ഈ സാധനം, ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്ന സാധനം വേറെ രാജ്യത്തുണ്ടായതാണ്, നമ്മുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ല സത്യത്തിൽ. അപ്പൊ അതൊരു വലിയ പോയിന്റ് ആണ്. അപ്പൊ അങ്ങനെ ഒരു 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 ലേഡി വക്കീൽ നമ്മുടെ ഓഫീസിലേക്ക് വരുമ്പോ മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് കൂടി ഉണ്ട്. എന്താ, 1 മിനിറ്റ്. ഓക്കെ, അപ്പൊ ഇതില് നമ്മുടെ, ഹലോ, ഒരു മിനിറ്റ്, കോൾ ഇടയ്ക്ക് വന്നു. യെസ്, ആഷിക കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓഡിബിൾ ആണോ? അപ്പൊ ഇത് സോറി, നമ്മുടെ ഇന്ത്യയില് ചില തരിശു ഭൂമികളുണ്ട്. അതായത് ഈ ഡ്രാഗൺ ഫ്രൂട്ട് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഒരു കല്ലുമുൾ ചെടി പോലെ ഇരിക്കുന്നുണ്ട്. ഇത് തരിശു ഭൂമിയിലാണ് ഇത് വളരുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഗുജറാത്ത്, ഹരിയാന ഗവൺമെന്റുകൾ അവരുടെ തരിശു ഭൂമിയിൽ പ്രൊജക്റ്റ് ആയിട്ട് ഈ ഒരു ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്തു. ബിക്കോസ് ദിസ് ഫ്രൂട്ട് ഈസ് കോൾഡ് ആസ് സൂപ്പർ ഫുഡ് ഫോർ ഓൾ ഹെൽത്ത് ബെനിഫിറ്റ്സ്. അത് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇന്ത്യയിൽ പ്ലാൻ ചെയ്യുന്നതിനും അതിന്റെ ഭാഗമായിട്ട് ബൾക്കായിട്ട് ഈ ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ന്യൂസിൽ വരാൻ. ഏകദേശം ഒരു 50,000 ഹെക്ടറിൽ ഇത് കൃഷി ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്താ വെച്ചാൽ ഡ്രാഗൺ ഫ്രൂട്ട്, അതിനൊരു അമേരിക്കൻ സ്റ്റൈൽ ഓഫ് ഫ്രൂട്ട് ആണ് ശരിക്കും ഇത്. ഓക്കെ, അതിന്റെ സയന്റിഫിക് നെയിം താഴെ ഉണ്ട്, ഹൈലോസറസ് ഉണ്ടോട്ടസ് എന്തോ സാധനം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് കള്ളിമുൾ ഫാമിലി പെടുന്നതാണ്, കള്ളിമുൾ കാക്ടസ് ടൈപ്പ് ഫാമിലി പെടുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ പല ലോക്കൽ പേരുകൾ നമ്മൾ പറയാറുണ്ട്. പിതയ, പിതഹസ്യ, സ്ട്രോബെറി പിയർ, നോബിൾ വുമൺ, ക്യൂൻ, അങ്ങനെ പല പേരിൽ പല രാജ്യത്ത് അറിയപ്പെടും. ഇതൊരു വലിയ പൂ പോലെയാണ്. നിങ്ങളിപ്പോ ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടാൽ മനസ്സിലാവും, ഒരു വലിയ താമര പോലത്തെ വലിയ പൂ പോലെ ഉണ്ടാവുക. എന്നിട്ട് അതിന്റെ അകത്ത് നമ്മൾ തന്നെ ഫെർമെന്റ് മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോളിനേഷൻ ചെയ്തിട്ട് ആ ഒരു പ്രൊഡക്റ്റ് ഒരു ഫ്രൂട്ട് ആയിട്ട് മാറും. സോ ദിസ് ഫ്ലവേഴ്സ് ആർ ഹെർമാഫ്രോഡൈറ്റ്സ്. ഓക്കെ, സോ മെയിൽ ആൻഡ് ഫീമെയിൽ, അതായത് മെയിലും ഫീമെയിലും കൂടെ ഒരേ ഒരു ഫ്ലവർ തന്നെ വരുന്നതിനെയാണ് നമ്മൾ ഹെർമാഫ്രോഡൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു പൂവാണിത്. സ്വാഭാവികമായിട്ടും ഇത് രാത്രിയിലാണ് ഓപ്പൺ ആവുക. അപ്പൊ അതിനനുസരിച്ച് അത് ഉണ്ടാവും. എന്നിട്ട് അത് ഒരു പഴമായിട്ട് പ്രോസസ് വരുന്നു. ആ പഴം നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്നു. ഇറ്റ്സ് റിച്ച് ഇൻ വിറ്റമിൻസ് ആൻഡ് മിനറൽസ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ക്ലൈമാറ്റിക് സിറ്റുവേഷൻ ആണ് ഞാൻ പറഞ്ഞത്. ഒരു സെമി അരിഡ് ആൻഡ് അരിഡ് റീജിയൻ ഇന്ത്യയിലേക്ക്. അതേ ഞാൻ പറഞ്ഞ ഒരു തരിശ് ഭൂമികളെ വെള്ളം കുറവുള്ള, വെള്ളത്തിന്റെ അംശം കുറവ്, അങ്ങനെയുള്ള സ്ഥലം. അപ്പൊ അങ്ങനെയുള്ള സ്ഥലം ഇഷ്ടംപോലെ ഗുജറാത്തിന്റെ സൈഡിൽ ഉണ്ടായതുകൊണ്ട് ദേ പ്ലാൻ ടു കൾട്ടിവേറ്റ് ദിസ് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ്, ടൈപ്പ് ഓഫ് ഫ്രൂട്ട്. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ മിസോറാം ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ സാധനം കൾട്ടിവേറ്റ് ചെയ്യുന്നത്, മിസോറാം. അപ്പൊ ഇത്രയാണ് ഡ്രാഗൺ ഫ്രൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഓർക്കാനുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ്, ഡ്രാഗൺ ഫ്രൂട്ട്. ഇനി അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, ഡെറേച്ചോ. ഈ ഡെറേച്ചോ എന്നുള്ള പേര് ഇതൊരു വലിയ ചുഴലിക്കാറ്റ് പോലത്തെ സാധനം. അപ്പൊ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ നമുക്ക് അമേരിക്കയുടെ മാപ്പിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ട്. ഒരു മിനിറ്റ്, ഞാനൊരു പടം വരയ്ക്കാം. ഡെറേച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നിങ്ങൾ അമേരിക്കയുടെ പിക്ചർ എടുത്ത് മാപ്പിലൊക്കെ നോക്കിയാൽ മതി. ഒരു മിനിറ്റ്, അങ്ങനെയല്ല,
ഇങ്ങനെയാണ് നോർത്ത് അമേരിക്ക ഇരിക്കുക. അതിന് താഴെയായിട്ട് ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ സൗത്ത് അമേരിക്ക ഉണ്ട്. ഇത് നോർത്ത് അമേരിക്ക, ഇത് സൗത്ത് അമേരിക്ക. ഇങ്ങനെയാണ് നമ്മൾ വേൾഡ് മാപ്പ് എടുത്ത് നോക്കട്ടെ. അങ്ങനെ പോയിട്ട് അറ്റ്ലസ് അല്ലെങ്കിൽ ഗൂഗിൾ അടിച്ച് നോക്കിയാൽ മതി. അങ്ങനെയാണ് നോർത്ത് അമേരിക്ക, സൗത്ത്. ഈ നോർത്ത് അമേരിക്കയുടെ ഒരു നടുക്ക്, കറക്റ്റ് ഒരു നടുക്ക് പോർഷനില് ഏകദേശം ഒരു റെക്ടാംഗിൾ ഷേപ്പിലുള്ള ഒരു രാജ്യമാണ് US എന്ന് പറയുന്നത്. ഓക്കെ, റെക്ടാംഗിൾ ഉള്ള ഒരു രാജ്യമാണ് ഈ US എന്ന് പറയുന്നത്. അപ്പൊ ഈ USA എന്ന് പറയുമ്പോൾ USA ഒരു ഭൂരിഭാഗവും സ്ഥലവും, ഞാൻ വേറെ കളറിൽ വരയ്ക്കാം. ഭൂരിഭാഗം സ്ഥലം എന്താണ്? പ്ലെയിൻ ആണ്. പ്ലെയിൻ, ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ പ്ലെയിൻ ആണ്. ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെയും പ്ലെയിൻ ആണ്. ഓക്കെ, അതുപോലെ മോൾ ഭാഗത്ത് ഈ ഒരു മോൾ ഭാഗത്ത് മാപ്പ് നോക്കി, ഇവിടെയൊക്കെ ചെറിയ മൗണ്ടൻസും ഉണ്ട്. ഓക്കെ, ചെറിയ തടാകങ്ങളും ഉണ്ട്, മൗണ്ടൻസ് ഉണ്ട്. അപ്പോ പിന്നെ അപ്പുറം ഇപ്പുറം എന്താ, രണ്ട് സൈഡിലും കടലുകളും ഉണ്ട്, കോസ്റ്റൽ റീജിയൻസും ഉണ്ട്. അപ്പോ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ വേറൊന്നുമില്ല. ഇതിന്റെ ഒരു ഈ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ഒരു ഭൂരിഭാഗം നമ്മൾ നോക്കുവാണെങ്കിൽ നല്ല പരന്ന് കിടക്കുന്ന സ്ഥലമാണ്, പ്ലെയിൻസ് ആണ്. ഗ്രേറ്റ് പ്ലെയിൻ എന്നാണ് അവർ പറയുന്നത് തന്നെ, ഗ്രേറ്റ് പ്ലെയിൻ. പിന്നെ വേറൊരു സെൻട്രൽ പ്ലെയിൻ. അതായത് ഭൂരിഭാഗം ഒരു 50% പ്ലെയിൻ ആണ്. അപ്പൊ ഈ പ്ലെയിൻ ആയിട്ടൊരു സ്ഥലം വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇവിടെ ഒരു ഇങ്ങനെ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടായെന്ന് വിചാരിക്കാം, ചുഴലിക്കാറ്റ്. അപ്പൊ ചുഴലിക്കാറ്റ് ഇവിടുന്ന് ഫോം ചെയ്ത് ഇതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെയൊക്കെ വലിയ വലിയ മലകൾ നിൽപ്പുണ്ടെങ്കിൽ ആ മലകളിൽ ഈ ചുഴലിക്കാറ്റ് തട്ടി അതിന്റെ പവർ ഇല്ലാതായി. നേരെ മറിച്ച് ഇവിടെ മലകളില്ല, അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് പരന്ന് കിടക്കുവാണെങ്കിൽ ഈ ചുഴലിക്കാറ്റ് ഇങ്ങനെ പോകും തോറും വലുതായി 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 പവർഫുൾ ചുഴലിക്കാറ്റും. അപ്പൊ ഈ ടൊർണാഡോ, ഹുറിക്കെയിൻസ് പോലുള്ള വലിയ വലിയ സ്ട്രോംസ്, ചുഴലിക്കാറ്റുകൾ ഈ US ഹിറ്റ് ചെയ്യാനുള്ള റീസൺ അതിന്റെ ജോഗ്രഫിക്കൽ ഷേപ്പ് ആണെന്നാണ് എനിക്കിപ്പോ പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കൊടുങ്കാറ്റിന്റെ സിസ്റ്റം ഓഫ് കൊടുങ്കാറ്റിനെയാണ് ഡൊറാച്ചോ. ഇത്രയുള്ള പോയിന്റ്സ്. ഓക്കെ, അപ്പോ അത് ഭയങ്കര വലിയൊരു ചുഴലിക്കാറ്റ് നമ്മൾ വിചാരിക്കുന്നതല്ല. US നാഷണൽ വെതർ സർവീസസ് വൈഡ് സ്പ്രെഡ് ലോങ് ലീവ് സ്ട്രെയിറ്റ് ലൈൻ വിൻഡ്സ്റ്റോം അസോസിയേറ്റ് വിത്ത് എ ബാൻഡ് ഓഫ് റാപ്പിഡ്ലി മൂവിംഗ് ഷവേഴ്സ് ആൻഡ് തണ്ടർസ്റ്റോംസ്. ഓക്കെ, അപ്പൊ ഇതിനെ സ്ട്രെയിറ്റ് എന്ന് ഞാൻ പറഞ്ഞ തന്നെ സംഭവം നേരെ ലാ ഡെറേച്ച എന്ന സ്പാനിഷ് വേർഡിന്റെ അർത്ഥം സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നുള്ളതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇത് ന്യൂസിൽ വരാനുള്ള മെയിൻ കാരണം. അതുപോലെ തന്നെ അമേരിക്ക എന്നുള്ള രാജ്യം ഈ ടൊർണാഡോവിനെയും ഹുറിക്കെയിൻസിനെയും കൊണ്ടും അടുത്തിരിക്കുന്ന ഒരു രാജ്യം, വളരെ വലിയ കാറ്റാണ്. ഇതില് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ഒരു ചുഴലിക്കാറ്റിനകത്തൊക്കെ ചിലപ്പോൾ നിങ്ങൾ പെട്ടുപോയാൽ അത് നിങ്ങളെ ചുഴലിക്കാറ്റ് പൊക്കിക്കൊണ്ടുപോകും. നമ്മുടെ വീട്, കാറ് ഒക്കെ പൊക്കി വേറെ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കും. അങ്ങനത്തെ പ്രശ്നങ്ങൾ പോലും അമേരിക്ക പോലെ രാജ്യത്ത്, അമേരിക്കയിൽ ഉണ്ടെന്നുള്ളു. സോ ഈ കാറ്റിനെ കുറിച്ചും അതിന്റെ കാര്യത്തെക്കുറിച്ചും ഓർത്തു വെച്ചോളൂ. അതായത് ഡെറേച്ചർ. പിന്നെ ഈ നോട്ടില് നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഈസ് അബൌട്ട് ദ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ്. യുനെസ്കോയുടെയാണ്. ഓക്കെ, യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ. ഇപ്പൊ ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊടാൻ പറ്റാത്ത, തൊട്ടു നോക്കാൻ പറ്റാത്തത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു ബുദ്ധിയുണ്ട്, എനിക്ക് ഭയങ്കര ബുദ്ധിയാണ്. ബുദ്ധി നിങ്ങൾക്ക് തൊട്ടു നോക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ എന്റെ തലയിൽ നിങ്ങൾക്ക് തൊട്ടു നോക്കാം. ഇതാണ് വ്യത്യാസം. അപ്പം ഇന്ത്യനെ എന്ത് ചെയ്തു? ഇന്ത്യ എന്നുള്ള നമ്മുടെ രാജ്യത്തിന് മെമ്പറാക്കി. എവിടുത്തെ? ഇന്റർ ഗവൺമെന്റൽ കമ്മിറ്റി ഓഫ് യുനെസ്കോ. എന്തിനു വേണ്ടിയുള്ള കമ്മിറ്റി അത്? സേഫ് ഗാർഡിംഗ് ഓഫ് ദ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ്. 2022-26 വരെയുള്ള സമയത്ത്. ഓക്കെ, അപ്പൊ ഇന്ത്യ 2 തവണയായി ഇപ്പോ ഈ ഒരു പദവി അലങ്കരിക്കുന്നു. സോ അത് മാത്രം ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇതാണ് ഇൻടാഞ്ചിബിൾ കാര്യങ്ങൾക്ക് വേണ്ടി, അതിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കമ്മിറ്റിയിൽ ഇന്ത്യ അംഗമായി എന്നുള്ളതാണ് വലിയൊരു ന്യൂസ്. ഓക്കെ, സോ സ്വാഭാവികമായിട്ടും ഈ പല സ്ഥലങ്ങളിൽ എഴുതി വെച്ചേക്കുന്ന ഇൻക്രിപ്ഷനും അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളും ഒക്കെ എന്താണ്, സൂക്ഷിച്ച് ഉപയോഗിക്കണം, അല്ലെങ്കിൽ അതൊക്കെ പൈതൃകമാണ് എന്ന് മനസ്സിലാക്കി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ ഒരു കമ്മിറ്റിയുടെ ഉദ്ദേശം. അതിൽ ഇന്ത്യ മെമ്പർ ആയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ വലിയൊരു ന്യൂസ്. അടുത്ത ഇമ്പോർട്ടന്റ് ന്യൂസ് നമുക്ക് പഠിക്കാനുള്ളത് NCAP ആണ്. ന്യൂ കാർ അസസ്മെന്റ് പ്രോഗ്രാം എന്നാണ് ഇതിന്റെ പേര്. ഇതിനു മുമ്പ് നമ്മൾ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗ്ലോബൽ NCAP എന്ന സാധനമാണ്. അതായത് നമ്മുടെ ഇന്ത്യയിലെ കാറ്, ഇപ്പൊ എനിക്കൊരു കാറ് കമ്പനി ഉണ്ട്. ഞാൻ ഇന്ത്യയിൽ ഒരു കാറ് മാർക്കറ്റിൽ ഇറക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഇന്ത്യയിലേക്ക് ഒരു കാറ് വിൽക്കണമെങ്കിൽ വെറുതെ അങ്ങ് ഉണ്ടാക്കി വിറ്റാൽ മതി. അല്ലാതെ ആ കാറിന് സേഫ്റ്റി ടെസ്റ്റുകളൊന്നും നടത്തിയിട്ടില്ല. ആ സേഫ്റ്റി ടെസ്റ്റുകളെ പറയുന്ന പേരാണ് ക്രാഷ് ടെസ്റ്റ്.
അതായത് കാറിന്റെ അകത്ത് നമ്മൾ ഡമ്മികളെ വെച്ചിട്ട് ആ കാറ് സ്പീഡിൽ കൊണ്ടുപോയി ഇടിപ്പിക്കും. അപ്പൊ ആ ഡമ്മികൾക്ക് എത്രത്തോളം പരിക്ക് പറ്റുന്നതനുസരിച്ച് ആ കാറിന് നമ്മൾ റേറ്റിംഗ് കൊടുക്കും. ഇപ്പൊ 5 സ്റ്റാർ 4 സ്റ്റാർ അങ്ങനെ സെക്യൂരിറ്റി റേറ്റിംഗ് കൊടുക്കും. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പരിപാടി വരുവാണ്, ദാറ്റ് ഈസ് ഭാരത് ന്യൂ കാർ അസസ്മെന്റ് പ്രോഗ്രാം. അപ്പൊ ഈ ന്യൂ കാർ നമ്മൾ ഇനി കാർ വാങ്ങിക്കുമ്പോൾ എന്ത് നോക്കണം? ന്യൂ കാർ അസസ്മെന്റ് പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയിട്ടുള്ള കാറുകൾ വാങ്ങിച്ചാൽ സേഫ്റ്റി നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് ഹൈവേസ് അപ്രൂവ്ഡ് ഡ്രാഫ്റ്റ്, നിയമത്തിന്റെ ഡ്രാഫ്റ്റ് ആണ്. സാധാരണ റൂൾ കൊണ്ടുവന്നു. എന്തിനുള്ളതാണ്? പ്രപ്പോസൽ ടു ഇൻട്രൊഡ്യൂസ് ഭാരത് ന്യൂ കാർ അസസ്മെന്റ്, ഭാരത് NCAP. ഓക്കെ, അപ്പൊ ഇത് സ്റ്റാർ റേറ്റിംഗ് കൊടുക്കും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഗ്ലോബൽ ആണ്, അപ്പം ഇത് ഗ്ലോബലി കൊടുക്കുന്നുണ്ട്. അതിന് ഗ്ലോബൽ NCAP എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മള് സ്റ്റാർ റേറ്റിംഗ് കൊടുക്കും 1 തൊട്ട് 5 വരെയുള്ള സ്റ്റാർ. അപ്പൊ 5 സ്റ്റാർ കിട്ടിയ വണ്ടി ഉണ്ടെങ്കിൽ സൂപ്പർ ആയിട്ട്. അപ്പൊ ഇതിൽ എന്തൊക്കെ നോക്കുന്നുണ്ട്? അഡൾട്ട് ഒക്യുപ്പന്റ് പ്രൊട്ടക്ഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അതായത് അതിലിരിക്കുന്ന വലിയ അഡൾട്ടിന് എത്രത്തോളം അപകടം പറ്റി, ചൈൽഡിന് എത്രത്തോളം അപകടം പറ്റി, പിന്നെ അതിന്റെ ഈ പറഞ്ഞ പോലെ മറ്റേ സാധനം ഉണ്ടല്ലോ, എയർ ബാഗുകളൊക്കെ ഓപ്പൺ ആയോ, അങ്ങനെയുള്ള സേഫ്റ്റി അസിസ്റ്റ് ടെക്നോളജി വർക്ക് ആയോ, ഇതൊക്കെ നോക്കിയിട്ടാണ് മാർക്ക് ഇടുക. ആ മാർക്കിൽ ഏറ്റവും നല്ല മാർക്ക് കിട്ടുന്ന വണ്ടികൾക്ക് 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കും. ഓക്കെ, ഇതാണ് ഭാരത് NCAP പ്രോജക്ട്. ഇനി ഒരൊറ്റ ന്യൂസ് കൂടെ നമുക്ക് നോക്കാനുള്ളൂ. ദാറ്റ് ഈസ് അബൌട്ട് ദ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്, ഫെമ. ഇതിനു മുമ്പ് ഫെമ എന്നുള്ള ഒരു നിയമം വരുന്നതിന് മുമ്പ് ഫെറ എന്നൊരു നിയമം ഉണ്ടായിരുന്നു, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേറ്ററി ആക്ട്. ഈ റെഗുലേറ്ററി എന്ന വാക്കിന്റെ അർത്ഥവും മാനേജ്മെന്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥവും തമ്മിൽ വ്യത്യാസം എന്താന്ന് വെച്ചാൽ, റെഗുലേറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ നോക്കുക. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ, ഞാനിപ്പോ നിങ്ങൾ എന്റെ വീട്ടിലോട്ട് വരുവാന്ന് വിചാരിച്ചോ. നിങ്ങൾ എന്റെ വീട്ടിലോട്ട് വരുമ്പോൾ ഞാൻ വീടിന്റെ ഫ്രണ്ടിൽ ഒരു സെക്യൂരിറ്റിയെ വെച്ചിട്ടുണ്ട്. അപ്പൊ സെക്യൂരിറ്റിയോട് ഞാൻ പറയുവാണ്, വരുന്നവരെല്ലാം ചെക്ക് ചെയ്തിട്ട് വിട്ടാൽ മതി. അപ്പൊ അതെന്താണ്? റെഗുലേഷനാണ്, നിങ്ങളെ കൺട്രോൾ ചെയ്യും. രണ്ടാമത് ഞാൻ സെക്യൂരിറ്റി പറയാണ്, വരുന്നവരെല്ലാം മാനേജ് ചെയ്താൽ മതി. അപ്പൊ മാനേജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നിങ്ങളെ തടഞ്ഞു നിർത്തുമോ, നിങ്ങളുടെ ബാഗ് തുറന്നു നോക്കൊന്നുമില്ല. നിങ്ങൾ അതിലൂടെ നടന്നു പോകുന്നുണ്ടോന്ന് അയാൾ ദൂരെ ഇരുന്ന് കാണുന്നുണ്ട്, അത്ര ഉണ്ടാവും. ദാറ്റ് ഈസ് മാനേജ്മെന്റ്. അപ്പം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തോട്ട് പൈസ ഒഴുകി വരുമ്പോൾ, അല്ലെങ്കിൽ പൈസ ഇങ്ങോട്ട് വരുമ്പോൾ, എക്സ്ചേഞ്ച് ചെയ്ത് വരുമ്പോൾ അതിനെ ഒന്ന് വാച്ച് ചെയ്താൽ മതി എന്ന് പറയുന്ന നിയമമാണ് ഫെമ. എന്നാൽ അതിനെ റെഗുലേറ്റ് ചെയ്യണമെന്ന് പറയുന്നതാണ് ഫെറ. ഓക്കെ, അപ്പൊ ഇതൊരു വലിയ പ്രോബ്ലം ആണ്. അപ്പൊ ഇങ്ങനെ പൈസ വരുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും 1999 ഈ ആക്ട് വന്ന ശേഷം ഒത്തിരി കേസുകളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്. ഓക്കെ, സോ അതില് ഞാൻ ഈ പറഞ്ഞ പോലെ കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ എല്ലാവരും ചെക്ക് ചെയ്യും, അത് നോക്കും എന്നുള്ളതാണ്. അവസാനമായിട്ട് ഒരു കാര്യം നമുക്ക് നോക്കാണ്ട്, പ്രധാനമന്ത്രിയുടെ കെയർസ് ഫണ്ട്. ഓക്കെ, അപ്പം ഇതിന് ന്യൂസിൽ വരാൻ കാര്യം ഡൽഹി ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തു എന്നുള്ളതാണ്. എന്തിനാണ്? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഡോക്യുമെന്റ്സ്, കെയർ ഫണ്ട് ഡോക്യുമെന്റ്സ് ചോദിച്ചതിന്റെ ഭാഗമായിട്ട്. അവർ പ്രധാനമന്ത്രിയുടെ നമ്മളിപ്പോ പ്രധാനമന്ത്രിക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യുവാണെങ്കിൽ ആ ഡൊണേറ്റ് ചെയ്യുന്ന പൈസയെല്ലാം ഈ PM കെയർ ഫണ്ടിലേക്കാണ്. ഓക്കെ, അപ്പം ഈ PM കെയർ ഫണ്ടിന്റെ പൈസ എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് വിവരാവകാശ നിയമപ്രകാരം ഒരാൾ ചോദ്യം ചോദിച്ചതിന്റെ ഭാഗമായിട്ട് ഒരു പ്രോബ്ലം ഉണ്ടായതുകൊണ്ടാണ് ഇതിങ്ങനെ ന്യൂസിൽ വരാൻ കാരണം. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പം എന്താണ് ഈ PM കെയർ ഫണ്ട് എന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാക്കാനുണ്ട്. സോറി, അതായത് 2020 മാർച്ചിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. പ്രധാനമന്ത്രിയുടെ PM കെയർ ഫണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഈ പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആണ് ഈ പൈസ. അല്ല, ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനമന്ത്രിയുടെ പേരിൽ അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഒരു പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് അങ്ങ് ഉണ്ടാക്കി. എന്നിട്ട് ആ ട്രസ്റ്റിലേക്കാണ് ഞാനും നിങ്ങളും പൈസ ഇടുമ്പോ പോവുക. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്താ? നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ പ്രധാനമന്ത്രിക്ക് ഇന്ന കാര്യത്തിന് വേണ്ടി ഒരു 10,000 രൂപ അയച്ചു കൊടുത്താൽ അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടിലേക്കാണ് പോവാന്നാണ് വിചാരിക്കുന്നത്. എന്നല്ല, അതൊരു പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിലേക്കാണ് പോവുക. ആ ട്രസ്റ്റിലെ പൈസ ഉപയോഗിച്ച് പ്രധാനമന്ത്രി പല നല്ല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് സത്യം. അപ്പൊ ഈ പറഞ്ഞ പ്രധാനമന്ത്രി ഫണ്ടിന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ പ്രധാനമന്ത്രിയും പിന്നെ ഡിഫൻസ് മിനിസ്റ്ററും ഹോം അഫെയർ മിനിസ്റ്ററും ഫിനാൻസ് മിനിസ്റ്ററും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ചില ഒഫീഷ്യൽസും ഒക്കെയാണ് ഇതിന്റെ ചെയർമാൻ സ്ഥാനത്ത്. അപ്പം സ്വാഭാവികമായിട്ടും എന്താണ് ഈ പത്രത്തിൽ വരാൻ കാരണം വെച്ചാൽ, ഒരാള് ഇതിനകത്ത് എത്ര രൂപ ഉണ്ടെന്ന് ചോദിച്ചു. ഏത്? പ്രധാനമന്ത്രി കെയർ ഫണ്ടിന്റെ അകത്ത്. അപ്പൊ
അയാൾക്ക് മറുപടി കിട്ടി, അതിന് ഡീറ്റെയിൽസ് പറയാൻ പറ്റില്ല, കാരണം ഇത് ഗവൺമെന്റിന്റെ സ്ഥാപനമല്ല. അപ്പോഴാണ് സംശയം എല്ലാവർക്കും വരികയും ഇതൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണെന്ന് പിന്നീട് എല്ലാവർക്കും മനസ്സിലാക്കാനും പറ്റും. സോ ദാറ്റ്സ് വൈ ഇറ്റ്സ് ദർ ഇൻ ദ ന്യൂസ്. അത്രേ ഉള്ളൂ അതിൽ പഠിക്കാനുള്ളത്. അപ്പം ഈ ഒരു നോട്ട് നമുക്ക് ആദ്യം തൊട്ട് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഫസ്റ്റ് നോട്ടിൽ നമ്മൾ നോക്കിയത്, ഫസ്റ്റ് ഞാൻ എന്റെ സെഷൻ സ്റ്റാർട്ട് ചെയ്തത് ഇറ്റ്സ് അബൌട്ട് ദ ഫോറക്സ് ഇൻഫ്ലോ. ഓക്കെ, അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. എന്താണ് എക്സ്റ്റേണൽ ബോറോയിങ്, അതുപോലെ തന്നെ നമ്മൾ NRE എന്താ നോക്കി, കറണ്ട് അക്കൗണ്ട് നോക്കി, എല്ലാം നമ്മൾ നോക്കി. രണ്ടാമത് 69 ഓഫ് IT ആക്ട് 2000 മറന്നു പോകരുത്. അതിൽ ഇന്റർമീഡിയറി എന്താണെന്ന് നോക്കി, അതിലെ ഡിപ്പാർട്ട്മെന്റ് ഏതാ നോക്കി, ഇന്റർമീഡിയറിക്ക് ഒബ്ലിഗേഷൻ ഉണ്ടോ നോക്കി, അതിന്റെ സെക്ഷൻ നോക്കി. ഓക്കെ, പിന്നെ അതിന് ജയിൽ ശിക്ഷ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. മൂന്നാമത് നമ്മൾ നോക്കിയതാണ് ഈ പറഞ്ഞ പോലെ മിസ്ലീഡിങ് അഡ്വർടൈസ്മെന്റ്. അതിൽ 2-3 ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെന്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. സൂറോഗേറ്റ്, ഫ്രീ ക്ലെയിം, അങ്ങനെ കുറച്ച് അത് എന്താണെന്ന് മനസ്സിലാക്കി. പിന്നെ നമ്മൾ നോക്കിയതായിരുന്നു ഇന്ത്യയിലെ ഹെയ്റ്റ് സ്പീച്ചുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് പണിഷ്മെന്റ്. അപ്പൊ ഇന്ത്യൻ പീനൽ കോഡിലും പറയുന്നുണ്ട്, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിലും പറയുന്നുണ്ട്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബസ്ബറുവ കമ്മിറ്റിയും അതുപോലെ തന്നെ വിശ്വനാഥൻ കമ്മിറ്റിയുടെ പ്രത്യേകതകൾ നോക്കും. പിന്നെ മറ്റു രാജ്യങ്ങളിൽ ഇവിടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് എന്നൊരു കൺസെപ്റ്റ് നമ്മൾ നോക്കി. അതിന്റെ ഡീറ്റെയിൽസ് ഓർത്ത് വെക്കണം. ദെൻ നമ്മൾ നോക്കിയത് ഇന്നത്തെ രണ്ടാമത്തെ കറണ്ട് അഫയർ ഷീറ്റ് ആണ്. അതില് മിഷൻ വാത്സല്യ സ്കീം എന്താണെന്ന് അതിന്റെ പ്രത്യേകത നമ്മൾ നോക്കി. അതിനുശേഷം ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒരു പ്രത്യേകത നമ്മൾ നോക്കി. അത് ഇന്ത്യയില് അരിഡ്സോൺ സ്ഥലം എവിടെയാന്ന് നോക്കി. അതുപോലെ ഡെറേച്ചോയും അതുപോലെ USA എന്നുള്ള രാജ്യത്തിന്റെ പ്രത്യേകത. ദെൻ അതിൻ്റെ അകത്തുണ്ടായിരുന്ന മറ്റൊരു ന്യൂസ് ആയിരുന്നു ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജിന്റെ ഫോറത്തിൽ ഇന്ത്യ മെമ്പർ ആയെന്നുള്ളത്. പിന്നെ ഇന്ത്യയിലെ കാർ ഇടിച്ച് ടെസ്റ്റ് ചെയ്യാൻ ക്രാഷ് ടെസ്റ്റിനെ ഭാരത് NCAP എന്നും അതിന്റെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കി. അവസാനമായിട്ട് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ടും പ്രധാനമന്ത്രിയുടെ കെയർസ് ഫണ്ടും എന്താണെന്നും അത് ട്രസ്റ്റ് ആണെന്നുള്ള ഡീറ്റെയിൽസ് കൂടെ നമ്മൾ നോക്കിയപ്പോൾ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ആവും.